ഏതൊരു സാധാരണക്കാരനും വലിയ വിജയം നേടിക്കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ തോമസ് അന്തിക്കാട്. സേവ് ആപ്പ് എന്നുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ഒരു ബിസിനസ് കൺസെപ്റ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണ വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ₹1 പോലും മുതൽ മുടക്കാതെയും നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ കഴിയും. കുറച്ച് സമയം ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഈ ബിസിനസ് കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സേവ് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു IT കമ്പനിയാണ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 1998 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. 1998 ഒരു പാർട്ണർഷിപ്പുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2008 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് തൃശ്ശൂർ അശ്വനി ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി ഇന്റഗ്ര എന്നുള്ള ERP സോഫ്റ്റ്വെയർ ആയിരുന്നു 2021 വരെ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിരുന്നത്. അത് ബിസിനസ്സുകൾക്കുള്ള സോഫ്റ്റ്വെയർ ആണ്. ബിസിനസ്സുകൾക്ക് കംപ്ലീറ്റ് മാനേജ്മെന്റിനുള്ള സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്റഗ്ര ERP. ഇതോടൊപ്പം തന്നെ 2021 കമ്പനി ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് എന്നുള്ളത്. ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് 3 വേർഷൻസ് ഉണ്ട്. സേവ് ആപ്പ് പ്രോ എന്നുള്ളൊരു വേർഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ സേവ് ആപ്പ് പോപ്പുലർ എന്നുള്ള ഒരു വേർഷൻ ഉണ്ട്. അതോടൊപ്പം സേവ് ആപ്പ് ഡീലക്സ് എന്നുള്ള ഒരു വേർഷൻ ഉണ്ട്. സേവ് ആപ്പ് പ്രോ എന്നുള്ളത് ഒരു എക്സ്പെൻസ് ട്രാക്കർ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ വരവും ചെലവും ഒക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് പ്രോ. പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് പോപ്പുലർ എന്നുള്ളത്. അതേപോലെ തന്നെ സേവ് ആപ്പ് ഡീലക്സ് എന്നുള്ളത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള പേഴ്സണൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ജീവിതത്തിൽ അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സഹായിക്കുന്ന സേവ് ആപ്പിന്റെ 3 വേർഷൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ സേവ് കാർട്ട് എന്നുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് കൂടി കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സേവ് കാർട്ട് ഒരു മൾട്ടി വെൻഡർ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ 500-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. ഇനി 10,000-കണക്കിന് പ്രൊഡക്റ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സേവ് ആപ്പ് പ്രോ എന്നുള്ളത് കഴിഞ്ഞ ഡിസംബർ 18 ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നല്ല രീതിയിൽ വരുമാനം കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് പ്രോ. ഇപ്പോൾ ഇതൊരു ബിസിനസ് കൺസെപ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് ആ രീതിയിലും വരുമാനം ഉണ്ടാക്കാം. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പോലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാം. അതിനു മുമ്പായിട്ട് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവിടെ വരുമാനം കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ 3 പ്ലാറ്റ്ഫോംസ് ആണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സേവ് ആപ്പ് പോപ്പുലറിലും സേവ് ആപ്പ് ഡീലക്സിലും റീചാർജിങ് മൊബൈൽ അല്ലെങ്കിൽ DTH റീചാർജിങ്, പിന്നെ ബിൽ പേയ്മെന്റ് സർവീസസ്, അതൊരു യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ സേവ് ആപ്പ് പോപ്പുലറിലും ഡീലക്സിലും ഉണ്ട്. അതിനകത്ത് റീചാർജ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന UPI ആപ്ലിക്കേഷൻസ്, GPay ആയാലും ഫോൺപേ ഒക്കെ ആയാലും അതിലൊക്കെ നമുക്കൊരു എക്സ്ട്രാ കൺവീനിയൻസ് ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ₹1.90 മുതൽ ₹5 വരെ ചാർജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സേവ് ആപ്പിലൂടെ യൂട്ടിലിറ്റി സർവീസസിലൂടെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ റീചാർജിങ്ങോ അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കൺവീനിയൻസ് ഫീസ് കൊടുക്കേണ്ടി വരില്ല. എന്ന് മാത്രമല്ല, നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന ഒരു റവന്യൂ ഉണ്ട്. നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായിട്ട് ഈ മൊബൈൽ കമ്പനികളും അല്ലെങ്കിൽ ആ സർവീസ് അവൈൽ ചെയ്യുന്ന കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 20% ക്യാഷ് ബാക്ക് ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, അത് റീചാർജ് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ്സ് ചെയ്യുന്ന ആ വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബിൽ പേയ്മെന്റ്സ് എന്നുള്ളത് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. റീചാർജിങ് ഫെസിലിറ്റീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അധികം താമസിക്കാതെ ബിൽ പേയ്മെന്റ്സ്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും അങ്ങനെ എല്ലാ തരത്തിലുള്ള ബില്ലുകളും നമുക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 20% ക്യാഷ് ബാക്ക്, നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിന്റെ 20% ഒരു ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു യുണീക്ക് ലിങ്ക് നമുക്ക് തരും. നമ്മുടെ അക്കൗണ്ടുമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുള്ള, നമ്മുടെ ഡീറ്റെയിൽസുമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് ലിങ്ക് നമുക്ക് കിട്ടും. ഇത് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും അത് കൊടുക്കാം. ഈ ലിങ്ക് നമ്മുടെ പരിചയക്കാർക്കോ പരിചയമില്ലാത്തവർക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായി മാറും. അവർക്കും ഫർദർ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു വ്യക്തിക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
നല്ല രീതിയിൽ വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ. ഇപ്പോൾ വരുമാന സാധ്യതകളെ കുറിച്ച് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റീചാർജിങ് അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ്സ്, ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു യൂണിക് ലിങ്ക് നമുക്ക് കിട്ടുന്നു, ആ ലിങ്ക് നമ്മൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുന്നു, അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു, അവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു യൂണിക് ലിങ്ക് കിട്ടും, അവർക്കും അത് ഷെയർ ചെയ്യാം. അങ്ങനെ അൺലിമിറ്റഡ് നമ്പറിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 പേർക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ അവർ 2 പേർക്കൂടെ പറയുമ്പോൾ അത് 4 ആവും. അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ലെവലാണെങ്കിൽ അവർ റെഫർ ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ലെവലാണ്, അവർ റെഫർ ചെയ്യുന്നത് നമ്മുടെ തേർഡ് ലെവലാണ്. ഇങ്ങനെ 20 ലെവൽസിലേക്ക് ഈ വരുമാനം, അതായത് കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 90% ഈ കമ്പനി നീക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇതിലുള്ളത്. കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് ഒരു സെലിബ്രിറ്റീസിനെ കൊണ്ട് മാർക്കറ്റ് ചെയ്യിക്കുക, സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ കൊടുത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ യൂണീക്ക് ലിങ്ക് വഴി നമ്മൾ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് 20 ലെവൽസിലേക്ക് ഈ കമ്പനി അതിന് റിവാർഡ് തരുന്നുണ്ടാവും. അത് 3 തരത്തിലാണ്. ഒരു ഫ്രീ യൂസർ ആണെങ്കിൽ 1% ആയിരിക്കും അവിടെ കമ്മീഷൻ കിട്ടുക. 2% എന്ന് പറയുമ്പോൾ അതൊരു ആക്റ്റീവ് യൂസർ. ആക്റ്റീവ് യൂസർ എന്ന് പറയുമ്പോൾ സേവ് ആപ്പ് പോപ്പുലറോ അല്ലെങ്കിൽ സേവ് ആപ്പ് ഡീലക്സോ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. 3% വെച്ചിട്ട് മാക്സിമം ലെവൽ കമ്മീഷൻ കിട്ടാനുള്ള ഒരു ബെനിഫിറ്റാണ് ഫാമിലി യൂസർ എന്നുള്ളത്. അതായത് സേവ് ആപ്പ് പോപ്പുലറോ അല്ലെങ്കിൽ സേവ് ആപ്പ് ഡീലക്സോ പർച്ചേസ് ചെയ്ത് 3 എണ്ണം അവരുടെ ഫാമിലിയിലേക്ക് വേണ്ടി വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് 3% ലെവൽ കമ്മീഷൻ. അത് ഒരെണ്ണം വാങ്ങുന്നവർക്ക് 2% ആയിരിക്കും. ഇപ്പോൾ ഈവൻ ഇത് പർച്ചേസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നതിൽ ഒരു തടസ്സമില്ല, നിങ്ങൾക്ക് 1% ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെവൽ കമ്മീഷൻ ഈ 20 ലെവൽസിലേക്കും കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ മാസവും അവർക്ക് റീചാർജ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ബന്ധുക്കളും അവരുടെ കൂട്ടുകാരും ഒക്കെ റീചാർജ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിലൂടെ നമുക്കൊരു അൺലിമിറ്റഡ് പാസീവ് ഇൻകം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഈ റീചാർജിങ് ഫെസിലിറ്റി മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുന്നത്, മറ്റ് സർവീസസും ഉപയോഗിക്കാൻ കഴിയും. പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതിൽ സേവ് കാർട്ട് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. ഈ സേവ് കാർട്ടിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ വരാനിരിക്കുന്നു. ഇത് മൾട്ടി വെൻഡർ പ്ലാറ്റ്ഫോമാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റും ഉണ്ട്, കമ്പനിയുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലുള്ള ആളുകൾ അവരുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സേവ് കാർട്ടിലൂടെ പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ഇത് യൂണീക്ക് ലിങ്കിലൂടെ ഷെയർ ചെയ്യാൻ കഴിയും. അതിൽ നമ്മൾ റെഫർ ചെയ്ത ആരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇവിടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഇൻസ്റ്റന്റ് കമ്മീഷൻ ഉണ്ട്, അപ് ടു 20% ഓഫ് ദ റവന്യൂ. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% ആ റെഫർ ചെയ്ത വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റീചാർജിലൂടെയുള്ള വരുമാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ സേവ് കാർട്ടിലൂടെ അവരെന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടിയുള്ള വരുമാനം ഉണ്ടാവും. അപ്പോൾ 20 ലെവൽസിലും നേരത്തെ പറഞ്ഞ 1%, 2% അല്ലെങ്കിൽ 3% ലെവലിൽ വരുമാനം വാങ്ങാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണീക്ക് ലിങ്ക് കിട്ടുന്നു, ആ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു, അവർക്കൊക്കെ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കാം. അതിലൂടെയൊക്കെ അവരത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 പ്ലാറ്റ്ഫോംസ് നമ്മൾ മനസ്സിലാക്കി. സേവ് ആപ്പിന്റെ റീചാർജിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ് ഫെസിലിറ്റി, സേവ് കാർട്ട് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. ഇത് രണ്ടിലും കൂടി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ. ഇവിടെ നമ്മൾ 1 രൂപ പോലും മുതൽ മുടക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന ഒരു ലിങ്ക്, അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾക്കൊരു യൂണീക്ക് ലിങ്ക് കിട്ടുന്നു. ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളർത്തുന്നു. അതിൽ ആരെങ്കിലും റീചാർജിങ്ങോ സേവ് കാർട്ടിലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടുന്നത് സാധാരണയാണ്. പക്ഷേ നമ്മൾ ജോലി ചെയ്യാതിരിക്കുമ്പോഴും വരുമാനം കിട്ടിയാൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി സാമ്പത്തികമായി സ്വതന്ത്രരാകൂ എന്നുള്ള കാര്യം ഓർക്കുക. കാരണം നമുക്ക് ഏത് സമയത്തും ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാം, അല്ലെങ്കിൽ ജോലി ഇല്ലാണ്ടാവുന്ന സാഹചര്യം വരാം, മറ്റ് കാരണങ്ങളാൽ വരുമാനം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്താലോ ചെയ്തില്ലെങ്കിലോ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കണം. അതിന് സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ സേവ് ആപ്പ് എന്നുള്ള ഈ ബിസിനസ് കൺസെപ്റ്റ്. ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ബിസിനസ്സാണ്. നമ്മൾ ഒരിക്കലും ഒരാളോട് നേരിട്ട് പോയി ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പറഞ്ഞു കൊടുത്താൽ നല്ലത്. പക്ഷേ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ സൂം മീറ്റിങ്ങിലൂടെയും വീഡിയോസിലൂടെയും ഒക്കെ കൺസെപ്റ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് മൊബൈൽ ആപ്പിൻ്റെ സെല്ലിംഗ്. 3 വേർഷൻസ് ഉണ്ട്: സേവ് ആപ്പ് പ്രോ, പോപ്പുലർ,
ഡീലക്സ്, അങ്ങനെ 3 വേർഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലൊക്കെ എന്തൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കാം. ആദ്യം സേവ പ്രോ എന്നുള്ളത്. ഈ സേവ പ്രോ എന്നുള്ളത് ഒരു എക്സ്പെൻസ് ട്രാക്കർ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ വരവ് ചെലവുകൾ വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്തൊക്കെ വരുമാനം വരുന്നു, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെലവാക്കുന്നു, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ചെലവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റിംഗ് ചെയ്യാൻ പറ്റും, പ്ലാനിങ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ പ്രോ. ഇതിലെങ്ങനെയാണ് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക? ഇതിൽ ആദ്യം ഇത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ പോലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കമ്പനി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. ഈ സേവ പ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ കമ്പനിയിൽ വാങ്ങുന്ന ആളുകളൊക്കെ ഒരു സിംഗിൾ ക്യൂസിലാണ് ഇത് പ്ലേസ് ചെയ്യുക. ഒരാൾ ഇന്ന് വാങ്ങി, അത് കഴിഞ്ഞ് വേറൊരാൾ വാങ്ങി, അത് കഴിഞ്ഞ് 3 നാൾ, പിന്നെ അങ്ങനെ എത്രത്തോളം സെയിൽ ഇതിനകത്ത് വരുന്നു ഇതെല്ലാം ഒരു സിംഗിൾ ക്യൂവിൽ കമ്പനി പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അതിൽ 4 എണ്ണം വരുമ്പോൾ അതിൽ ആദ്യത്തെ ആൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ കിട്ടുന്നതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 1000 രൂപ കിട്ടിയ ആളുകൾ അടുത്ത ക്യൂവിലേക്ക് വരും. ഈ അടുത്ത 4 സെയിൽ അവിടെ നടന്നു കഴിഞ്ഞാൽ ഈ അടുത്ത ആൾക്ക് ഈ 1000 രൂപ കൊടുക്കുന്നുണ്ടായിരിക്കും. വീണ്ടും അടുത്ത 4 പേര് വരുമ്പോൾ മൂന്നാമത്തെ ആൾക്ക് ഈ ഒരു ഇൻകം കിട്ടുന്നത്. അപ്പോൾ 4 സെയിൽ വീതം സേവ പ്രോവൈഡ് നടക്കുമ്പോൾ 1000 രൂപ വെച്ചിട്ട് അതിൽ സീനിയോറിറ്റി ലെവലിൽ ആദ്യം പർച്ചേസ് ചെയ്ത ആൾക്ക് ആ ഒരു വരുമാനം കൊടുക്കുന്നുണ്ടാവും. ഇതെങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ 1000 രൂപ കിട്ടിയ ആളുകൾ അടുത്ത ക്യൂവിലേക്കുള്ള എൻട്രി കിട്ടും. അങ്ങനെ 8 പേര് വരുമ്പോൾ ഇവിടെ 4 പേരാണ്. 4 സെയിൽ നടക്കുമ്പോഴാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് 1000 രൂപ വാങ്ങിയ 8 പേര് വരുമ്പോൾ ഇവിടെ 3000 രൂപ റിലീസ് ചെയ്യുന്നുണ്ടാവും. 3000 രൂപ ഇതിൽ ആദ്യത്തെ വ്യക്തിക്ക് 8 പേര് വരുമ്പോൾ ആദ്യത്തെ വ്യക്തിക്ക് 3000 രൂപ കൊടുക്കുന്നു. ആ 3000 രൂപ കിട്ടി അടുത്ത 8 പേര് വരുമ്പോഴാണ് അടുത്ത സെക്കൻഡ് ആൾക്ക് കിട്ടുന്നത്. വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ എമൗണ്ട് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ മാത്രമല്ല ഇവിടെ വരുമാനം കിട്ടുക. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്, 10,000-കണക്കിന് ആളുകൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ 8 പേര് വരുമ്പോൾ അവിടെ 3000 രൂപ വരുന്നു. ഈ 3000 രൂപ വാങ്ങിയ ആളുകൾ വീണ്ടും മൂന്നാമത്തെ ക്യൂവിലേക്ക് പ്ലേസ്. ഇവിടെ 16 പേര് ഈ 3000 രൂപ വാങ്ങിയ ആളുകൾ, അതായത് 8 പേര് വരുമ്പോൾ ആദ്യത്തെ ആൾക്ക് കിട്ടുന്നു, അടുത്ത 8 പേര് വരുമ്പോൾ സെക്കൻഡ് ആൾക്ക് കിട്ടുന്നു, അടുത്ത 8 പേര് വരുമ്പോൾ മൂന്നാമത്തെ, ഇങ്ങനെ 16 പേര് വരുമ്പോൾ നമുക്കിവിടെ 20,000 രൂപ ഇത് ഉപയോഗിക്കുക മാത്രം ചെയ്യുന്ന വ്യക്തിക്ക്. ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ തന്നെ വളരെ വറുത്തുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലൂടെ നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഒരു ബുക്കിലൊക്കെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫേർട്ട് വേണ്ടി വരുന്ന കാര്യമാണ്. അതൊക്കെ കൂട്ടി നോക്കണം. ട്രാക്കർ സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഇങ്ങനെ ഒരു വരുമാന സാധ്യതയില്ല. അതുമാത്രമല്ല അതിലൊക്കെ പരസ്യങ്ങളുണ്ട്. ഇതിലങ്ങനെ ഒരു പരസ്യങ്ങളോ അല്ലെങ്കിൽ ഡാറ്റ തെഫ്റ്റോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ പ്രോ. അതിന് വെറും 1000 rupees പ്ലസ് GST ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 1180 രൂപയാണ് GST അടക്കം നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ നമുക്ക് 1000 പ്ലസ് 3000 പ്ലസ് 20,000 24,000 രൂപ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണിത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് മാത്രമല്ല, 20,000 രൂപ കിട്ടുന്ന വ്യക്തിക്ക് അതോടൊപ്പം തന്നെ ഒരു ഫാമിലി യൂസറായിട്ട് കമ്പനി അവരെ അപ്ഗ്രേഡ് ചെയ്യും. സേവ പോപ്പുലറിന്റെ 3 ആപ്ലിക്കേഷൻസ് അവർക്ക് ഫ്രീ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ടാവും. അതിന്റെ വാല്യൂ 14,157, 14,157 രൂപയുടെ 4,000 രൂപയുടെ പ്രൊഡക്റ്റാണ്. 4,000 പ്ലസ് GST ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. 4,719 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. ലൈഫ് ടൈമിലേക്ക് ഒരു മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മതി. അത് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളത് ഒരിക്കൽ പർച്ചേസ് ചെയ്യുക. അതുപോലുള്ള 3 ആപ്ലിക്കേഷൻസ് നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് 14,157 രൂപ വാല്യൂ ഉള്ള ഫാമിലി പാക്ക് കൂടി നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരും. അപ്പോൾ 1000 രൂപയും GST 1180 രൂപ മുടക്കുന്ന വ്യക്തിക്ക് അത് ആ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നതിൽ പുറമെയായിട്ട് 24,000 രൂപ പ്ലസ് 14,157 ഒരു ഫാമിലി യൂസറിന്റെ ബെനിഫിറ്റ് എന്ന് പറയാം. ഫാമിലി യൂസർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 3% കമ്മീഷനായിട്ട് കിട്ടുക. 20 ലെവൽസിലേക്ക് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. അതിനകത്ത് നിന്ന് 3% ലെവൽ കമ്മീഷൻ കിട്ടുന്നുണ്ട്.
പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട്, ഒരു ഗ്ലോബൽ ഓട്ടോ കൂൾ. സേവ പ്രോയുടെ കാര്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോബൽ ഓട്ടോ കൂൾ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് പൂളിൽ 12,000 രൂപ നമുക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ സെക്കൻഡ് പൂളിൽ 60,000 രൂപ. അങ്ങനെ 3 പൂള് തന്നെയാണ് ഇവിടെ വരുന്നത്. 12,000, 60,000, പിന്നെ 2,40,000. അങ്ങനെ 3,12,000 റുപ്പീസ് ഓട്ടോ പൂൾ ഇൻകത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. ഇവ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മളത് ഉപയോഗിക്കുക മാത്രം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് 24,000 പ്ലസ് ദിസ് ഫാമിലി യൂസർ അക്കൗണ്ട് ആക്ടിവേഷൻ. അതിന് നമുക്ക് 3,12,000 രൂപ വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് ആലോചിക്കുക, നമുക്കൊരു റീസെല്ലർ ആയിട്ടാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റീസെയിലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് മാക്സിമം 10 ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് വാങ്ങാം. നമ്മളിത് മറ്റുള്ളവർക്ക് സെല് ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട്. അപ്പോൾ നമുക്ക് 10 ആപ്ലിക്കേഷൻസ്, 10 സേവ് ആപ്പ് പ്രോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. 10 സേവ് ആപ്പ് പ്രോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഓട്ടോ പൂൾ 24,000 കൂടെ ഒരു സീറോയും കൂടെ ആടും. 3,12,000 കൂടെ ഒരു സീറോയും കൂടെ, അതായത് 10 ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. സേവ് ആപ്പ് പ്രോയുടെ യൂസിലൂടെ നമ്മൾ ഉപയോഗിക്കുക മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈ 1,000 രൂപ, 3,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളിത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ യുണീക്ക് ലിങ്ക് ഉപയോഗിച്ച് ഒരാൾക്ക് അത് റെഫർ ചെയ്തു, ആ വ്യക്തി ഇത് പർച്ചേസ് ചെയ്തു എന്ന് കഴിക്കാം. ആ വ്യക്തിക്ക് 1,000 രൂപ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 500 രൂപ കിട്ടിയിരിക്കും. അതിൻ്റെ 50%. ആ വ്യക്തിക്ക് 3,000 രൂപ കിട്ടുന്ന സമയത്ത് 1,500 രൂപ വെച്ച് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിക്ക് 20,000 രൂപ കിട്ടുന്ന സമയത്ത് ഈ 10,000 രൂപ, അതിൻ്റെ പകുതി നിങ്ങൾക്ക് സ്പോൺസർ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു വ്യക്തിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു, അയാൾ ഇത് 10 എണ്ണം പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ വരുമാനം ആലോചിച്ച് നോക്കുക. അയാൾക്ക് 10 എണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ 10,000 രൂപ കിട്ടുമ്പോൾ ഇവിടെ 5,000 രൂപ കിട്ടും. ഇവിടെ 30,000 രൂപ കിട്ടുമ്പോൾ ഇവിടെ 15,000 രൂപ കിട്ടും. ഇവിടെ 2 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടും. ഒരാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ഇതിനൊരു കൃത്യമായിട്ടുള്ള സമയം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എത്രത്തോളം സെയിൽ വരുന്നു അതിനനുസരിച്ചാണ്. കമ്പനിയുടെ റവന്യൂവിൻ്റെ 80% ഇവിടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ്. അതായത് 1,000 റുപ്പീസാണ് കമ്പനിക്ക് റവന്യൂ ആയിട്ട് കിട്ടുന്നത്. GST ഗവൺമെൻറ്റിനുള്ളതാണ്. 1,000 രൂപ കമ്പനിക്ക് കിട്ടുമ്പോൾ 100 രൂപ റഫറൽ കമ്മീഷനായിട്ട് കമ്പനി മാറ്റി വയ്ക്കുന്നു. അതായത് നമ്മളൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈ സേവാ പ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 100 റുപ്പീസ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ 20 ലെവൽസിലേക്ക് കമ്മീഷൻ കൊടുക്കാനായിട്ട് 100 രൂപ കമ്പനി മാറ്റി വയ്ക്കുന്നുണ്ട്. കമ്പനിയുടെ മാർജിൻ 200 രൂപയാണ്. ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒരിക്കൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കമ്പനി ഒരു 200 രൂപ ആണ് മാർജിനായിട്ട് വയ്ക്കുന്നത്. ബാക്കി 200 രൂപ ഈ റെഫർ ചെയ്യുന്ന വ്യക്തികൾക്കും 600 രൂപ ഓട്ടോ പൂൾ സിസ്റ്റത്തിലേക്കാണ് കമ്പനി റിസർവ് ചെയ്യുന്നത്. അങ്ങനെ 80% 800 രൂപ, 1,000 രൂപ കമ്പനിക്ക് കിട്ടുമ്പോൾ 800 രൂപയും കമ്പനി ഇതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ എമൗണ്ടിൽ നിന്നാണ് ഈ പറഞ്ഞ 1,000-ഉം 3,000-ഉം 20,000-ഉം ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആപ്ലിക്കേഷൻ സെല് ചെയ്യുമ്പോൾ കമ്പനി കിട്ടുന്ന 1,000 രൂപ, അതിൽ നിന്ന് 600 രൂപ കമ്പനി മാറ്റിവെക്കുന്നു. അങ്ങനെ 4 പേര് വരുമ്പോഴാണ്, അപ്പോൾ 4 × 600 2,400 രൂപ കമ്പനിക്ക് റിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 2,400 രൂപയിൽ നിന്നാണ് ഈ 1,000 രൂപയും ഈ 500 രൂപയും കൊടുക്കുന്നത്. അപ്പോൾ ബാലൻസ് എത്രയായിരിക്കും? 1,500 രൂപ കഴിച്ചാൽ 900 രൂപ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ 900 രൂപയാണ് അടുത്ത പൂളിലേക്കുള്ള ഇൻകമായിട്ട് മാറുന്നത്. ഈ 900 രൂപ 8 പേര് വരുമ്പോഴാണ് നമുക്ക് അടുത്ത ഇൻകം കിട്ടുന്നത്. അടുത്ത പൂൾ ഇൻകം 3,000 റുപ്പീസ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 900 × 8 7,200 രൂപയാണ്. 7,200 രൂപയിൽ നിന്ന് 3,000 രൂപയും 1,500 രൂപയും കഴിച്ചാൽ 4,500 രൂപ കഴിച്ചാൽ ബാക്കിയുള്ള 2,700 രൂപയാണ്. ഈ 2,700 രൂപയാണ് അടുത്ത പൂളിലേക്ക് വരുന്നത്. അടുത്ത പൂളിൽ 16 പേര് വരുമ്പോഴാണ് ഈ ഒരു വരുമാനം കമ്പനിക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത്. 2,700 × 16 43,200 രൂപയാണ്. അതിനകത്ത് നിന്ന് കൊടുക്കുന്ന എത്രയാണ്? 20,000-ഉം 10,000-ഉം. പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്ന 20,000-ഉം അതേ സമയത്ത് സ്പോൺസർക്ക് 10,000 റുപ്പീസും കൊടുക്കുന്നു. അപ്പോൾ അതിന് 30,000 രൂപയാണ് അവിടെ കൊടുക്കുന്നത്. ബാക്കിയുള്ളത് 13,200 രൂപയാണ്. ഇതിൻ്റെ കൂടെ 957 രൂപ കമ്പനി ആഡ് ചെയ്തിട്ടാണ്
14,157 ഫാമിലി പാക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് കമ്പനിക്ക് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് വളരെ ലീഗലായിട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. കമ്പനിയുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അതിലൂടെ കമ്പനിക്ക് ഇത് കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ആർക്കെങ്കിലും ബെനിഫിറ്റ് കിട്ടിയാൽ മാത്രമേ അവർ ഈ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതിനുവേണ്ടി കമ്പനി റിവാർഡ്സ് കൊടുക്കുന്നു. ഒരു സെലിബ്രിറ്റിയെയോ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാനെയോ വിരാട് കോഹ്ലിയെയോ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറെയോ ഒക്കെ ഉപയോഗിച്ച് അവർക്ക് മാത്രം കോടികൾ കിട്ടുന്നതിന് പകരം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് വളരെ ലീഗലായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു വരുമാനമാണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇത് വളരെയധികം ആളുകൾ ഇത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ വരുമാനം കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 18 ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു വരുമാനം നേടിയ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് കാണിച്ചു തരാം. കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. നേരിട്ട് വന്ന് കാണാം. കമ്പനിയുടെ വെബ്സൈറ്റ് mysaving.in എന്നുള്ള വെബ്സൈറ്റാണ്. അതിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ കംപ്ലയൻസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡൽ കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ സേവ പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ ഈവൻ ഇത് ഒരു ബിസിനസ്സായിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും 24,000 രൂപയും പിന്നെ 3,12,000 രൂപയും കിട്ടാനുള്ള എലിജിബിലിറ്റിയും കിട്ടാനുള്ള ഒരു ഫെസിലിറ്റി കമ്പനി ക്ലവറായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉപയോഗിച്ച് തന്നെ മറ്റുള്ളവർക്ക് വരുമാനം നേടിക്കൊടുത്തുകൊണ്ട് കമ്പനിക്കും നല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 28 വർഷങ്ങളായിട്ട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. MLM സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കമ്പനി 2021 മുതൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു രീതിയിലേക്ക് ഈ കമ്പനി എക്സ്പാൻഡ് ചെയ്തത്. ഇതിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായും ആവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എക്സ്പെൻസ് ട്രാക്കർ. ഈ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മൾ കൂടുതൽ ആളുകളെ സഹായിക്കുമ്പോൾ നമ്മൾ സ്വയം സഹായിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് മറ്റുള്ളവരെ വിജയിക്കാൻ സഹായിക്കുക. അതാണ് സേവാപ്പിലൂടെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ സേവ പ്രോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി സേവ പോപ്പുലർ ആൻഡ് സേവ ഡീലക്സ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. സേവ പോപ്പുലർ എന്നുള്ളത് 2021 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സേവ ഡീലക്സ് ഒഫീഷ്യൽ ലോഞ്ച് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്കിത് പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ കഴിയും. 2 ആപ്ലിക്കേഷൻസ്. ഇത് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ബഡ്ജറ്റിംഗ് എന്നുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മുടെ ഡോക്യുമെന്റ്സ് മാനേജ് ചെയ്യാം, പാസ്വേഡ്സ് മാനേജ് ചെയ്യാം, ഡയറി എഴുതാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിച്ച് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. 1 മാസം വരെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാം. അതിനുശേഷം നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് യൂസറിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഒരു ഫാമിലി 3 എണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫാമിലി യൂസറിൻ്റെ ബെനിഫിറ്റ് കിട്ടും. സേവ ഡീലക്സ് എന്നുള്ളൊരു അഡ്വാൻസ്ഡ് പേഴ്സണൽ മാനേജർ ആപ്ലിക്കേഷനാണ്. ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വ്യത്യസ്തമാണ്. ഇത് 4,000 പ്ലസ് GST ആണ്. 4,719 രൂപയാണ് ഇതിന് വരിക. ഇത് 11,000 പ്ലസ് GST ആണ്. ഈ 2 പ്രൊഡക്റ്റുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് നോക്കാം. താല്പര്യമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആക്റ്റീവ് യൂസറായി മാറും. ഈ ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 തരത്തിലുള്ള വരുമാനങ്ങളാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നിങ്ങളിത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സേവ പോപ്പുലറോ അല്ലെങ്കിൽ ഡീലക്സോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 800 രൂപീസ് നിങ്ങളുടെ റഫറൽ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതിനൊരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഫ്രീ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. വേണമെങ്കിൽ റീചാർജിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ സേവ് കാർഡ് ഉപയോഗിക്കാം. ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർ വേണമെങ്കിൽ അവർ ഈ ഫ്രീ ഫീച്ചേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴും നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും ഇതിൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റും കൂടി മനസ്സിലായി കഴിഞ്ഞാൽ അവരിത് പർച്ചേസ് ചെയ്തേക്കാം. ഇത് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. അതോടൊപ്പം തന്നെ വരുമാന സാധ്യത കൂടുന്നുണ്ട്.
അപ്പോൾ 800 റുപ്പീസ് എന്നുള്ളത് അൺലിമിറ്റഡ് ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വരുമാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലെവൽ കമ്മീഷൻസ്, അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ 20 ലെവൽസ് കമ്മീഷനിൽ നമുക്ക് റീചാർജിങ്ങിൻ്റെയും സേവ് കാർട്ടിൽ നിന്നുള്ള ആപ്ലിക്കേഷനിലൂടെയും ഉള്ള വരുമാനം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 13 ലെവൽസിലേക്കാണ് നമുക്ക് ഇവിടെ വരുമാനം ലഭിക്കുക. ഇവിടെ അതിൻ്റെ ലെവൽ ഇൻകം വ്യത്യാസമാണ്. അവിടെ നമുക്ക് 1%, 2%, 3% ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെവലിൽ 50 റുപ്പീസാണ്, സെക്കൻഡ് ലെവലിൽ 10 റുപ്പീസാണ്, തേർഡ് ലെവലിൽ 20 റുപ്പീസാണ്, ഫോർത്ത് ലെവലിൽ 30 റുപ്പീസാണ്. പിന്നെ ഈ 10, 20, 30 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 13ാമത്തെ ലെവലിൽ നമുക്ക് 30 റുപ്പീസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഒരു ആക്ടിവേഷൻ, അതായത് നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തികൾ ആരെങ്കിലും അവരും വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ 13 ലെവൽ ഡീപ്പിലേക്ക് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. വരുമാനം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് GST ബില്ല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കൊടുക്കാൻ കഴിയുന്ന വരുമാനത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ കമ്പനി പറയുന്നുള്ളൂ. നിങ്ങൾ 2 പേർക്കെങ്കിലും ഇത് പരിചയപ്പെടുത്തിയാൽ അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഡ്യൂപ്ലിക്കേഷൻ മാത്രം നടന്നാൽ മാത്രം തന്നെ 13 ലെവൽ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളത് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും. അതിൽ നിന്നൊക്കെ 30 രൂപ വെച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ആ ഇൻകം പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം ഉണ്ടാവും. ഒരു ക്ലാസ് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എല്ലാ ദിവസവും സൂം പ്രസൻറ്റേഷൻസ് ഉണ്ട്, ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട്, കമ്പനിയുടെ ഡോർസ് എപ്പോഴും ഓപ്പൺ ആണ്. വർക്കിംഗ് ടൈമിൽ നമുക്ക് വന്ന് വിസിറ്റ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റഫറൽ കമ്മീഷൻസ്, 13 ലെവൽ കമ്മീഷൻസ്, പിന്നെയുള്ളത് റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. അതിന് മുമ്പായിട്ട് ബൈനറി കമ്മീഷൻ, ടീം ബിൽഡിംഗ് കമ്മീഷൻ എന്ന് പറയും. ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു ലെഫ്റ്റ് റൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും, അതായത് നമ്മൾ എത്രത്തോളം ആളുകളെ റെഫർ ചെയ്യുന്നു അതൊക്കെ നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കാം. അവർക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സെയിൽ നടക്കുമ്പോൾ അതിന് ഒരു BB അച്ചീവ് ചെയ്യുക, അതായത് ഒരു ബിസിനസ് വോളിയം എന്ന് പറയും. ഒരു സെയിൽ നടക്കുമ്പോൾ സേവ് ഓഫ് പോപ്പുലറിറ്റി ആണെങ്കിൽ ഒരു സെയിൽ അല്ലെങ്കിൽ ഒരു BB ആയിട്ടാണ് കണക്കാക്കുക. സേവ് ഓഫ് ഡീലക്സ് ആണെങ്കിൽ 3 BB ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ഒരു സെയിൽ 2 സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ നമുക്ക് 400 റുപ്പീസ് ടു 600 റുപ്പീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡെയിലി നമുക്ക് 25 മാച്ചിങ്ങിനുള്ള വരുമാനം കിട്ടും. അതായത് 400 റുപ്പീസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 10,000 റുപ്പീസ് ഡെയിലി നേടാം. ഇവിടെയാണെങ്കിൽ 15,000 റുപ്പീസ് ഡെയിലി ഇൻകം ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. 25 മാച്ചിങ് എന്ന് പറയുമ്പോൾ 25 സെയിൽ നമ്മൾ തന്നെ ചെയ്യണോ? അങ്ങനെയല്ല. നമ്മുടെ ടീമുകൾ 13 ലെവൽസിലേക്ക് നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ എവിടെയെങ്കിലും ഒരു സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സെയിലായിട്ട് കണക്കാക്കും. അവിടെ നമുക്ക് ഈ വരുമാനം നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ മാത്രം എഫേർട്ടിലൂടെയല്ല, മറ്റുള്ളവരുടെ എഫേർട്ടിലൂടെ വരുമാനം നേടാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെയുള്ളത്. ടീം ബിൽഡിങ്ങിൻ്റെ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ തന്നെ റാങ്ക്സും കൂടി കമ്പനി തരുന്നുണ്ട്. റാങ്ക്സ് അതിൻ്റെ ഒപ്പം തന്നെ ഇൻസെൻറ്റീവ്സ് കൂടി കിട്ടുന്നുണ്ട്. റാങ്ക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റെക്കഗ്നിഷനാണ്, ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റിവാർഡാണ്, നമുക്ക് പൈസ കിട്ടുക, ഒരു എക്സ്ട്രാ എമൗണ്ട്. നമുക്ക് ഈ വരുമാനങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ വരുമാനമായിട്ട് റാങ്ക് അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്ന ആദ്യത്തെ റാങ്കിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് 500 റുപ്പീസാണ്. പിന്നെ അത് ഓരോ പടി കയറി വന്ന് 14ാമത്തെ റാങ്കിൽ 7.5 crores എക്സ്ട്രാ റിവാർഡായിട്ട് കിട്ടുക. ഇത് ഓരോ സ്റ്റെപ്പുകളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കമ്പനി അതിൻ്റെ എങ്ങനെയാണ് ഇത് ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നെല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്, അതിനുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. ഫസ്റ്റ് റാങ്കിൽ നിന്ന് 14 റാങ്ക് വരെ എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ 10 crores നമുക്കിവിടെ വരുമാനം നേടാൻ കഴിയുക. ഇത് പോസിബിൾ ആയിട്ടുള്ള ഇൻകമാണ്. കാരണം നമുക്ക് ബിസിനസ് സപ്പോർട്ട് എല്ലാം നമുക്ക് തരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോയാൽ മതി. സാധാരണ ജനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ഇൻകം നമുക്ക് റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവ് എന്നുള്ള ഒരേ ഇതിൽ മാത്രമായിട്ട് വരുമാനം കിട്ടും. അതോടൊപ്പം തന്നെ ഇത്രയും തരത്തിലുള്ള വരുമാനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരല്പം എഫേർട്ട് എടുക്കണമെന്ന് മാത്രം. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ളവർക്ക് സേവ പോപ്പുലറിൻ്റെ അല്ലെങ്കിൽ സേവ ഡീലക്സിൻ്റെ ഒരു ആക്റ്റീവ് യൂസർ അല്ലെങ്കിൽ ഫാമിലി യൂസർ ആവാം. ആക്റ്റീവ് യൂസർ ആകുമ്പോൾ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഫാമിലി യൂസറിൻ്റെ വരുമാനത്തെക്കുറിച്ച് പറയാം. ഫാമിലി യൂസർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത് ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ 3 ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ്
നമുക്കിത് ഫാമിലി യൂസർ ആവുന്നത് എന്തിനാണ്? 3 ആപ്ലിക്കേഷൻസ് എന്തിനാണ് ഒരു ഫാമിലിയിലേക്ക് വാങ്ങേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു വ്യക്തി മാത്രം സാമ്പത്തിക അച്ചടക്കം പാലിച്ച് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പക്ഷേ മറ്റുള്ളവരൊക്കെ തോന്നിയ പോലെ ജീവിക്കുന്നു, അല്ലെങ്കിൽ തോന്നിയ പോലെ പൈസ ചിലവാക്കുന്നു. എങ്ങനെയെങ്കിലും ആ കുടുംബത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു അതിനനുസരിച്ച് മറ്റു വഴികളിലൂടെ നമ്മുടെ വരുമാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 ആപ്ലിക്കേഷൻസ് നിങ്ങൾ വാങ്ങിയാൽ അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പണം കൈകാര്യം ചെയ്യുന്ന 3 പേർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. സേവ പോപ്പുലർ എന്നൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, സേവ ബീലക്സ് എന്നുള്ളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഇത് ഒരിക്കൽ പർച്ചേസ് ചെയ്താൽ മതി. ഇത് 4000 പ്ലസ് GST ആണ്, ഇത് 11,000 പ്ലസ് GST ആണ്. അതിന്റെ ബെനിഫിറ്റ്സ് പറയാം. സേവ ബീലക്സ് ആണെങ്കിൽ നമ്മൾ ഒരാൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 BV, അതായത് 3 ബിസിനസ് വോളിയുമായിട്ടാണ് കണക്കാക്കുക. സേവ പോപ്പുലർ ആണെങ്കിൽ ഒരു ബിസിനസ് വോളിയം, അതായത് നമുക്ക് മാച്ചിങ് എമൗണ്ടിൽ അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് കമ്മീഷനിലും റാങ്ക്സ് ആൻഡ് ഇൻസെന്റീവ്സിലൊക്കെ വളരെയധികം എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്കൊരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡീലക്സ് വേർഷൻ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ പോപ്പുലർ പർച്ചേസ് ചെയ്യാം. അതിലൂടെയൊക്കെ അത് 3 ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യും. രണ്ടിലും 3 ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലി യൂസറിന്റെ കാറ്റഗറി കിട്ടും. അപ്പോൾ നമുക്ക് ലെവൽ കമ്മീഷൻ റീചാർജിങ്ങിലൂടെയും സേവ് കാർഡുകളിലൂടെയുള്ള വരുമാനത്തിൽ 3% ലെവൽ കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഓട്ടോ പൂളിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ടാവും. പോപ്പുലറിന്റെ വേർഷൻ ആണെങ്കിൽ ഗ്ലോബൽ ഓട്ടോ പൂളിൽ ഒരു എൻട്രിയാണ് കിട്ടുക. ഡീലക്സിന്റെ ഫാമിലി യൂസർ ആണെങ്കിൽ നമുക്ക് ഗ്ലോബൽ ഓട്ടോ പൂളിലേക്ക് 3 എൻട്രി കിട്ടും. അതായത് അടുപ്പിച്ചടുപ്പിച്ച് 3,12,000 രൂപ നേടിയെടുക്കാനുള്ള സാധ്യതകളാണ്. 3,12,000 രൂപ കിട്ടാനുള്ള സാധ്യതയാണ് ഗ്ലോബൽ ഓട്ടോ പൂളിലുള്ളത്. അത് നമ്മുടെ എഫർട്ട് കൊണ്ട് മാത്രമല്ല, കമ്പനിയിലേക്ക് നടക്കുന്ന ഓവറോൾ ബിസിനസ്സിൽ അതിൽ കിട്ടുന്നൊരു വരുമാനമാണ്. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെയാണ് ഈ വരുമാനമൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള കമ്പനി ഒരു എമൗണ്ട് റിസർവ് ചെയ്യുന്നുണ്ട്. ആ എമൗണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനുള്ള എല്ലാ ദിവസവും 6 മണിക്കും, രാവിലെ 6 മണിക്കും 11 മണിക്കും രാത്രി 8 മണിക്കും സൂം പ്രസന്റേഷൻസ് ഉണ്ട്. ഫിസിക്കൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, തൃശ്ശൂർ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കമ്പനിയുടെ ഓഫീസ് ഓപ്പൺ ആണ്. വർക്കിംഗ് ഡേയ്സിൽ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ MD കണ്ട് വേണമെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. 38 വർഷത്തിലധികം IT മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് നമ്മുടെ MD മിസ്റ്റർ രാമേന്ദ്രൻ പല്ലിശ്ശേരി. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസരമാണ്. സേവ പ്രോ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളത് ഉപയോഗിക്കുക മാത്രം ചെയ്യുന്നതിലൂടെ നമുക്ക് 24,000 രൂപ നേടിയെടുക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ ഓട്ടോ പൂളിലേക്കുള്ള എൻട്രി കിട്ടുക. അതിൽ വീണ്ടും 3,12,000 രൂപ നേടിയെടുക്കാൻ പറ്റുക. കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ്. കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൽ 80 to 90% മാർക്കറ്റിങ്ങിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയധികം മാർക്കറ്റിംഗ് ബജറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പാക്ക് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, ഇതൊക്കെ ചിലവുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഡൗൺലോഡ്സ് പോസിബിൾ ആണ്. അതുകൊണ്ട് മാത്രമാണ് 80 to 90% മാർക്കറ്റിംഗ് ബജറ്റിലേക്ക് മാറ്റിവെക്കുന്നത്. ആ മാർക്കറ്റിംഗ് ബജറ്റിൻ്റെ ഒരു ഷെയർ ആണ് നമുക്ക് കിട്ടുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. ഇത് എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറും ഫോൺ നമ്പറും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. കോൺടാക്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.